ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ന് ആരംഭിക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ചാ നിരക്കിലുണ്ടായ വർധന ഇന്ത്യയുടെ സുസ്ഥിര സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലനമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നത് ലക്ഷ്യമിടുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വെങ്കലം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ചൈനയിലെ ടിയാൻജിനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഇന്ന് ആരംഭിക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രാദേശിക സുരക്ഷ, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നിവയുൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയാകും. 20-ലധികം ലോക നേതാക്കളും 10 അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവിമാരും SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ജപ്പാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് ശ്രീ മോദി ചൈനയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തേവള്ളിയിൽ മൻ കി ബാത് പ്രക്ഷേപണത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിവിധ നഗര വനവൽക്കരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗുജറാത്തിലെത്തിയത്. ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിന്റെ വർധനയിൽ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇൻഡോറിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളുടെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിനായ സംതൃപ്തി ശിബിർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ GDP 7.8% വളർന്നതിൽ അഭിനന്ദനവുമായി വിദഗ്ധർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനം പ്രതീക്ഷയ്ക്കപ്പുറത്താണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ യശ്വർ ത്യാഗി അഭിപ്രായപ്പെട്ടു. കാർഷിക ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനയുണ്ടായതായി രാജ്കോട്ടിലെ സൌരാഷ്ട്ര സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ സുരേഷ് ജി പരദ്വ പറഞ്ഞു. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ചാ നിരക്കിലുണ്ടായ വർധന ഇന്ത്യയുടെ സുസ്ഥിര സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലനമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ. ശക്തമായ നയരൂപീകരണത്തിന് GDP വളർച്ച സഹായകരമാണെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഷൈജുമോൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ ഒന്നാം പാദത്തിലുള്ള ഇത്രയും വലിയൊരു വളർച്ച സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സർവീസസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് ആണ്. സർവീസസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് 9% മുകളിൽ പോയി. എല്ലാ സെക്ടറും, അഗ്രികൾച്ചർ സെക്ടർ ഉൾപ്പെടെ മാനുഫാക്ചറിംഗ് സെക്ടറും നല്ല രീതിയിൽ തന്നെ വളർച്ച കൈവരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഒരു വളരെ ഉത്തേജനം എക്കോണമിക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്ട്രോങ് ആയിട്ടുള്ള പോളിസി മെഷേഴ്സ് ഗവൺമെന്റിന് എടുക്കാനായിട്ട് ഇത് വളരെ സഹായമാവും. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിന് ബദലായാണ് 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാത നിർമ്മിക്കുന്നത്. 2134 കോടി രൂപ പദ്ധതി ചെലവിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർവഹണ ചുമതല. പദ്ധതിയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റ് 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. കേരളത്തിലെ എല്ലാ റേഷൻ കടകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇന്ന് പൂർത്തിയാകും. സ്റ്റോക്ക് എടുപ്പ് കണക്കിലെടുത്ത് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. 1ാം ഓണ ദിവസമായ സെപ്റ്റംബർ 4-നും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത കർശനമായി തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകളും ജലസംഭരണ ടാങ്കുകളും വൃത്തിയാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിൻ ഇന്നുമുണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുമായി കൈകോർത്ത് ജലമാണ് ജീവൻ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. റഷ്യയുമായുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കുക എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച ശ്രീ മോദി സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇന്ത്യ യുക്രൈൻ ഉഭയകക്ഷി പങ്കാളിത്തത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി എലീന വോൾട്ടണുമായി സംസാരിച്ചു. യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ അന്യായമായി ലക്ഷ്യം വെക്കരുതെന്ന് കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആനിമേഷൻ, ഗെയിമിംഗ് തുടങ്ങിയവ സംബന്ധിച്ച AVGC XR സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി IICT മുംബൈയും വേവ് എക്സും മീഡിയ ടെക് ഇൻക്യുബേറ്റർ ആരംഭിച്ചു. രജിസ്ട്രേഷന് സെപ്റ്റംബർ 7 അപേക്ഷിക്കണം. ആദ്യ ബാച്ചിൽ 15 സ്റ്റാർട്ടപ്പുകൾക്കാണ് അവസരം. ഇന്ത്യൻ സേനയ്ക്ക് വിദേശ വിതരണ ശൃംഖലകളെ പൂർണ്ണമായി ആശ്രയിക്കാൻ സാധിക്കില്ലെന്നും വിവിധ സൈനിക നവീകരണ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നോയിഡയിൽ ഒരു സ്വകാര്യ എയ്റോ എഞ്ചിൻ പരീക്ഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ തദ്ദേശീയ വ്യോമ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് അതിവേഗം പുരോഗമിക്കുകയാണെന്നും രാജ്യരക്ഷാ മന്ത്രി അറിയിച്ചു. एक और नया प्रयास हम देश के अंदर स्वदेशी एरो इंजन के डेवलपमेंट का भी कर रहे हैं कि हम एक शक्तिशाली एरो इंजन को डेवलप और मैन्युफैक्चर करेंगे. इस संदर्भ में हमारी तैयारी लगभग पूरी हो चुकी है और शीघ्र ही इसके लिए कार्य जमीनी स्तर पर आपको दिखने लग जाएगा. समय था जब डिफेंस सेक्टर से जुड़े इक्विपमेंट को लेकर हमसे यह सवाल होता था, कैन वी बिल्ड दिस? लेकिन अब यह सवाल बदल गया है. अब सवाल पूछा जाता है, हाउ सून कैन यू बी डिप्लॉयड? 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയ്ക്ക്. കസാഖിസ്ഥാനിലെ ഷിംകെൻഡിൽ നടന്ന മത്സരത്തിൽ 50 സ്വർണവും 26 വെള്ളിയുമായി ആകെ 99 മെഡലുകൾ നേടിയാണ് ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചത്. മെഡൽ പട്ടികയിൽ കസാഖിസ്ഥാൻ 2ാം സ്ഥാനത്തും ചൈന 3ാം സ്ഥാനത്തുമെത്തി. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വെങ്കല മെഡൽ. പാരീസിൽ നടന്ന സെമി ഫൈനലിൽ ചൈനയുടെ ചെൻബോ യാങ് ലിയു ഇ സഖ്യത്തോടാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെട്ടത്. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രയും ന്യൂസിലാൻഡിന്റെ മൈക്കൽ വീനസും ആദ്യ റൌണ്ടിൽ വിജയിച്ചു. പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് കാർലോസ് അൽക്കരാസ്, നൊവാക് ജോക്കോവിച്ച്, വനിതാ സിംഗിൾസിൽ അരിന സബലെങ്ക, നവോമി ഒസാക്ക, കൊക്കോ ഗൌഫ് എന്നിവർ മത്സരിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനും ജയം. തൃശൂർ ടൈറ്റൻസിനെ 6 വിക്കറ്റിനാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരാജയപ്പെടുത്തിയത്. ട്രിവാൻഡ്രം റോയൽസിനെതിരെ 13 റൺസിനായിരുന്നു കാലിക്കറ്റിന്റെ വിജയം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ UAEയുടെ വിദേശ വ്യാപാര മന്ത്രിക്കൊപ്പം മുംബൈയിൽ വ്യവസായ പ്രമുഖരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഹരിത ഊർജ്ജം, നിർമ്മിത ബുദ്ധി, ഫിൻടെക്, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിലൂടെ ഇന്ത്യ UAE വ്യാപാര നിക്ഷേപ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളും ശ്രീ ഗോയൽ ചൂണ്ടിക്കാട്ടി. ആസിയാൻ ഇന്ത്യ യുവജന ഉച്ചകോടിക്ക് ഇന്ന് ഗോവയിൽ സമാപനം. യുവജനങ്ങളെ ബന്ധിപ്പിക്കൽ, നമ്മുടെ ഭാവി രൂപപ്പെടുത്തൽ എന്ന പ്രമേയത്തിൽ നടന്ന ഉച്ചകോടിയിൽ 100-ലധികം യുവ നേതാക്കൾ പങ്കെടുത്തു. ഗോവ സർക്കാർ, ഇന്ത്യ ഫൗണ്ടേഷൻ, ആസിയാൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ വിദേശകാര്യ മന്ത്രാലയമാണ് ആസിയാൻ ഇന്ത്യ യുവജന ഉച്ചകോടിയുടെ 5ാമത് പതിപ്പ് സംഘടിപ്പിച്ചത്. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹൂതി പിന്തുണയുള്ള സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി വിവരം. ഒരു ഔദ്യോഗിക യോഗത്തിനിടെയാണ് ആക്രമണമെന്ന് യമനിലെ ഹൂതി ഗ്രൂപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ആരംഭിക്കുന്ന 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ചാ നിരക്കിലുണ്ടായ വർധന ഇന്ത്യയുടെ സുസ്ഥിര സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലനമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നത് ലക്ഷ്യമിടുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്.
ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.